പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കോഴിക്കോട് ഉണ്ണിക്കുളത്ത് നടന്ന പരിപാടി പാണക്കാട് റാജി അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ആദ്യമായിട്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആ സംഘാടക കമ്മിറ്റിക്കും സംഘാടകർക്കും നേരുകയാണ്. അതോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയോട് ചെയ്യുന്നു. ഇന്ന് അതിൻ്റെ ഫലങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുടെ അതിൻ്റെ ഒരു ഫലങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും വന്നിട്ടുണ്ട്. ഈ പറയുന്ന എൻ്റെ വീട്ടിൽ പോലും തുടരെയുള്ള പ്രളയങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു കൗണ്ടർ ആക്ഷൻ എന്ന് പറയുന്നത് ഇത്തരം രീതിയിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ ഇലക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായ രീതിയിൽ ഗ്രാമാന്തരങ്ങളിൽ ഇതുപോലെ കാടുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട്, കാരണം നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ രൂപീകരിച്ച ലീഗ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ LEP നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട് ഉണ്ണിക്കുളത്ത് തുടക്കമായി. പഞ്ചായത്തിലെ മടത്തുംപൊയിലിൽ പൂനൂർ പുഴയുടെ സംരക്ഷണം ലക്ഷ്യം വെച്ച് ബാംബു ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് സംഘടന ആദ്യം നടത്തുന്നത്. കട്ടിപ്പാറ പഞ്ചായത്തിലെ ചീടിക്കുഴിയിൽ ആരംഭിച്ച് 7 പഞ്ചായത്തുകളിലെ 29 വാർഡുകളിലൂടെ കടന്ന് കോരപ്പുഴയിൽ അവസാനിക്കുന്നതാണ് പൂനൂർ പുഴ. 29 മേജർ കുടിവെള്ള പദ്ധതിയും 100-ലധികം ചെറിയ കുടിവെള്ള പദ്ധതിയും പൂനൂർ പുഴയിലുണ്ട്. പുഴയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന നിലയിലാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. LEP സംസ്ഥാന പ്രസിഡന്റ് പദ്ധതി വിശദീകരണം നടത്തി. മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി TT ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി. LEP വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ ആബിദ ഫാറൂഖി, AM അബൂബക്കർ, മുൻ MLA VM ഉമ്മർ മാസ്റ്റർ, അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം, സമദ് പൂക്കാട്, സാജിദ് കോറോത്ത്, K അഹമ്മദ് കോയ മാസ്റ്റർ, വാർഡ് മെമ്പർമാരായ PH സിറാജ് മാസ്റ്റർ, CP കരീം മാസ്റ്റർ, AP മജീദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കരുവമ്പലം, ജില്ലാ സെക്രട്ടറി ഇനാമുർ റഹിമാൻ, സലീം വട്ടക്കണ്ടി എന്നിവർ സംസാരിച്ചു. 100ഓളം ബാംബു തൈകൾ വിതരണം ചെയ്തു.